നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോർ മാനേജ്മെന്റിനെ കുറിച്ചാണ് പഠിച്ചത്. തേർഡ് മോഡ്യൂളില് സ്റ്റോർ മാനേജ്മെന്റ് ആണ് നോക്കിയത്. അപ്പോൾ സ്റ്റോർ മാനേജ്മെന്റ്, അതുപോലെ ഓരോ മെറ്റീരിയൽ നമ്മൾ സ്റ്റോറിൽ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽസിന്റെ ഷെൽഫ് ലൈഫ്, പിന്നെ അതുപോലെ ട്രാൻസ്ഫർ എൻട്രി ഓർഡർ TEO, പിന്നെ അതുപോലെ മെറ്റീരിയൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ അതുപോലെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ, പിന്നെ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നോക്കി. ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് മിനിമം കോസ്റ്റില് നമുക്ക് എങ്ങനെ ഒരു സാധനം സോഴ്സിൽ നിന്ന് നമ്മുടെ സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കി. അതിന് നമ്മളൊരു മെത്തേഡ് നോക്കി, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് നോക്കിയിരുന്നു. അപ്പൊ ആ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അപ്പൊ എങ്ങനെ നമുക്ക് മിനിമം കോസ്റ്റില് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി ഇന്ന് നോക്കാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്കപ്പോ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ലാസ്റ്റ് പോർഷൻ, അതായത് റീഓർഡർ ലെവൽ, EOQ, അതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ റീഓർഡർ ലെവൽ എന്ന് വെച്ചാൽ എന്താണ്? The buffer stock level at which the reorder for a particular item is generated. അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു മിനിമം സാധനങ്ങൾ ഉണ്ട്, നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട്. നമ്മൾ എപ്പോഴാണ് ഇനി നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഓർഡർ ചെയ്യേണ്ടത്, അതാണ് റീഓർഡർ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ സൈറ്റില്, അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്, സിമെന്റ് ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഡെയിലി നമുക്ക് ആവശ്യമുള്ളത് 10 ചാക്ക് സിമെന്റ് ആണ്, അല്ലെങ്കിൽ 5 ചാക്ക് സിമെന്റ് ആണ് ഡെയിലി ആവശ്യമെന്ന് വിചാരിക്കാം. നമ്മുടെ സ്റ്റോക്കില് 10 ചാക്ക് ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ആ 10 ചാക്ക് 2 ദിവസം കൊണ്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മളൊരു സാധനം ഓർഡർ ചെയ്താൽ കിട്ടുന്ന സമയം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലീഡ് ടൈം എന്ന് പറയാം. ലീഡ് ടൈം എന്ന് വെച്ചാൽ ആ ഓർഡർ ചെയ്ത സാധനം കിട്ടാനുള്ള സമയം, അതാണ് ലീഡ് ടൈം. ഓക്കെ, അപ്പൊ റീഓർഡർ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? ഈ ബഫർ സ്റ്റോക്ക് ലെവൽ, അതായത് ആ മിനിമം സ്റ്റോക്ക് ലെവൽ at which the reorder for a particular item is generated. അപ്പൊ നമുക്ക് ആ ചാക്ക് സിമെന്റ് കിട്ടാൻ നമുക്ക് 2 ദിവസം എടുക്കും എന്ന് വിചാരിക്കാം. നമ്മൾ ഓർഡർ ചെയ്താൽ 2 ദിവസം എടുക്കും ആ നമ്മൾ 20 ചാക്ക് സിമെന്റ് കിട്ടാൻ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 2 ദിവസം മുന്നേ നമ്മൾ ഓർഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ളത് എത്ര ചാക്കാണ്? 10 ചാക്കാണ് ഉള്ളത്, which can be used for 2 days. അല്ലേ? 5 ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, 5 ചാക്കാണ് ആവശ്യം ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 10 ചാക്ക്. അപ്പൊ 2 ദിവസം കൊണ്ട് അത്ര നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ ഓർഡർ ചെയ്താൽ കിട്ടാൻ 2 ദിവസം എടുക്കും. അപ്പൊ ആ ഒരു സ്റ്റോക്കിലുള്ള ലെവൽ ഓഫ് ഐറ്റംസ്, അതിനെയാണ് റീഓർഡർ ലെവൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ റീഓർഡർ ലെവൽ is considered based on the following criteria. ഒന്ന്, നമ്മുടെ ഡിമാൻഡ്, ആ ഒരു സാധനം നമുക്ക് എത്രത്തോളം ആവശ്യമാണ്, പീരിയോഡിക് ഡിമാൻഡ് ഓഫ് ദ ഐറ്റം. പിന്നെ അതിന്റെ എസെൻഷ്യാലിറ്റി, അത് എത്രത്തോളം ആവശ്യമാണ്, അർജന്റ് ആണോ അതോ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടിയാലും മതി, അങ്ങനത്തെ ഒരു നേച്ചർ ആണോ. പിന്നെ അതുപോലെ ലീഡ് ടൈം റിക്വയർഡ് ഫോർ സപ്ലൈയിങ് ദ ഐറ്റം ആഫ്റ്റർ പ്ലേസിംഗ് ദ ഓർഡർ. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കിട്ടാൻ എടുക്കുന്ന സമയം. നമ്മളിപ്പോ ഇന്ന് ഓർഡർ ചെയ്താൽ ഇന്ന് തന്നെ കിട്ടില്ല, എന്തായാലും ഒരു 3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയും, ചിലപ്പോൾ 1 മാസം വരെ കഴിയാം. അപ്പൊ അതിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ റീഓർഡർ ലെവൽ മാറും. ഇപ്പൊ 1 മാസം എടുത്ത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു സാധനമാണെന്ന് വെക്കുക, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ 1 മാസം മുന്നേ ഇത് ഓർഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ടാവും, അത് ആ 1 മാസത്തേക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും.
അപ്പൊ അതിനെയാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, the buffer stock will cater to its demand during the lead time for supplying the ordered item. അതായത് ആ ബഫർ സ്റ്റോക്ക്, നമ്മുടെ കയ്യിലുള്ള ആ ഒരു മിനിമം സ്റ്റോക്ക് നമ്മുടെ അപ്പത്തെ ആവശ്യത്തിന് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിന് നമ്മൾ 2 bin സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉപയോഗിക്കും. അതെന്താന്ന് വെച്ചാല് the buffer stock kept in second bin of the storage system. അപ്പൊ നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ആ മിനിമം മെറ്റീരിയൽ ആവുമ്പോഴാണല്ലോ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാം. ആ മിനിമം മെറ്റീരിയൽ നമ്മൾ രണ്ടാമത്തെ ബിന്നിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഒരു രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് സ്റ്റോർ ചെയ്യും. when the stock in the first bin is exhausted, the item from the second bin will be taken. ആദ്യത്തെ ബിന്നിലുള്ള ഐറ്റംസ് കഴിയുമ്പോൾ നമ്മൾ ആ രണ്ടാമത്തേൽ നിന്ന് എടുക്കാൻ തുടങ്ങും. എന്നിട്ട് and simultaneously the tag attached to the second bin indicating the name of the item and its part number is handed over to the purchase department for generating the order. അപ്പൊ നമ്മൾ എന്നിട്ട് ആ ഒന്നാമത്തേത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രിട്ടിക്കൽ ആണ്, നമുക്ക് വേഗം സാധനങ്ങൾ എത്തിക്കണം. അപ്പൊ നമ്മൾ ആ രണ്ടാമത്തെ ബിന്നിലുള്ള ഐറ്റത്തിന്റെ ടാഗ് എന്താണോ, അപ്പൊ സിമെന്റ് ആണെങ്കിൽ ഇന്ന സിമെന്റ് ആണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു പേരുള്ള സിമെന്റ്, അത് ഓർഡർ ചെയ്യും. ഓക്കെ, അതാണ് റീഓർഡർ ലെവൽ. ഇനി അടുത്തത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി ഫോർ വിച്ച് ദ യൂണിറ്റ് കോസ്റ്റ് അറ്റ് സൈറ്റ് ഈസ് മിനിമം വൈൽ പ്രൊക്യൂറിംഗ് ആൻ ഐറ്റം. അതായത് ദാറ്റ് ഈസ് ദ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഫോർ വിച്ച് ഈ യൂണിറ്റ് കോസ്റ്റ്, നമ്മൾ ആ വാങ്ങുന്ന സാധനത്തിന്റെ കോസ്റ്റ് വിൽ ബി മിനിമം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് സിമെന്റ് ആവശ്യമാണെന്ന് വിചാരിക്കാം. നമുക്ക് സൈറ്റിൽ സിമെന്റ് ആവശ്യമാണ്. അപ്പൊ നമുക്ക് ആ സിമെന്റ് നമുക്കൊരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരാം. ഓട്ടോയിൽ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു 3 കിലോ സിമെന്റ് കൊണ്ടുവരാൻ പറ്റും. നേരെ മറിച്ച് ഞാനൊരു ജീപ്പിൽ കൊണ്ടുവരാണ്, എനിക്ക് 5 ചാക്ക് 3 കിലോ അല്ല, സോറി 3 ചാക്ക് സിമെന്റ്. അതുപോലെ ജീപ്പിൽ കൊണ്ടുവരാണെങ്കിൽ എനിക്ക് 5 ചാക്ക് കൊണ്ടുവരാന്ന് വിചാരിക്കാം. ഞാൻ ലോറി പിടിച്ചു, ലോറി ട്രക്കിലാണെങ്കിൽ എനിക്കൊരു 10 ചാക്ക് കൊണ്ടുവരാം. അപ്പോൾ ഏതിലായിരിക്കും ലാഭം? നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രക്കിലായിരിക്കും. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രക്കിലായിരിക്കും ലാഭം. പിന്നെ അതുപോലെ തന്നെ ട്രക്കിൽ നമുക്ക് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 ചാക്ക് സിമെന്റ് ആണ് ട്രക്കിൽ കയറ്റാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ 10 ചാക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണതിന് പകരം ആ ഒരു സൈറ്റിലേക്ക് ഭാവിയിൽ 20 ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ 20ഉം അറ്റ് എ ടൈം ട്രാൻസ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സിമെന്റ് വീണ്ടും വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതാണ് പറയുന്നത് ദ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി ഫോർ വിച്ച് ദ യൂണിറ്റ് കോസ്റ്റ് അറ്റ് സൈറ്റ് ഇസ് മിനിമം വൈൽ പ്രൊക്യൂറിംഗ് ആൻ ഐറ്റം. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഏറ്റവും കുറച്ച് എത്ര വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുമോ, അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. It depends on the following. അപ്പൊ അതെന്ന് പറയുന്നത് it depends on quantity of demand, എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അതുപോലെ യൂണിറ്റ് കോസ്റ്റ് ഫോർ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ഓർഡർ ടുഗെദർ വിത്ത് the transportation and handling charges. അപ്പൊ ഓരോന്നിന്റെയും യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്, അതുപോലെ ആ വെഹിക്കിളിന്റെ കപ്പാസിറ്റി. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ചെറിയൊരു വെഹിക്കിളിലാണെങ്കിൽ കുറച്ചേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അതുപോലെ വെഹിക്കിളിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ കപ്പാസിറ്റി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓർഡറിംഗ് കോസ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ് ഫോർ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഓർഡർ. നമ്മൾ കുറെ ബൾക്ക് ഓർഡറിങ്ങിലൊക്കെ പൊതുവെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ അതുകൊണ്ടും കൂടെ ബൾക്ക് ഓർഡറിംഗ് ആണ് നല്ലത്, കാരണം നമുക്ക് ഏറ്റവും മിനിമം കോസ്റ്റിൽ ഓർഡർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനെയാണ് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഡെലിവറി ഓഫ് ഗുഡ്സ് ത്രൂ പാർസൽ സർവീസ്. നമ്മുടെ ഗുഡ്സ്, നമ്മുടെ സാധനങ്ങൾ
ഡെലിവർ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് സിസ്റ്റംസ് ആണ് പൊതുവെ ഉപയോഗിക്കാറ്. ഒന്നെങ്കിൽ നമ്മൾ ത്രൂ റെയിൽവേ ചെയ്യും, അല്ലെങ്കിൽ ത്രൂ ലോറി പാർസൽ ചെയ്യാം, അല്ലെങ്കിൽ റെയിൽവേ പാർസലും ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പാർസൽ നമ്മൾ അയക്കുന്ന സമയത്ത് രണ്ട് ആൾക്കാരാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. നമുക്ക് പറയാൻ പറ്റും, അത് നമുക്ക് ലോക്കലായിട്ട് പറയുകയാണെങ്കിൽ അയക്കുന്ന ആളും പിന്നെ അതുപോലെ അത് വാങ്ങുന്ന ആളും. അപ്പൊ അയക്കുന്ന ആളെയാണ് കൺസൈനർ എന്ന് പറയാം. കൺസൈനർ അത് ഡിസ്പാച്ച് ചെയ്യുന്ന ആളാണ് കൺസൈനർ. അതുപോലെ ആർക്കാണോ അത് കിട്ടുന്നത് അയാളെയാണ് കൺസൈനി എന്ന് പറയാം. അതായത് റിസീവർ, ആർക്കാണോ അത് ലഭിക്കുന്നത്, ആർക്കാണോ അയക്കുന്നത് അയാളാണ് റിസീവർ ഓർ കൺസൈനി. അപ്പൊ ഈ അയക്കുന്നതിൽ 2 copies of the receipt will be given. 2 copies ഉണ്ടാവും റെസീറ്റ്. അതായത് ഒന്ന് അയക്കുന്ന ആൾക്കും ഒന്ന് അത് വാങ്ങുന്ന ആൾക്കും. അപ്പൊ in railway it is known as railway receipt and in lorry parcel service it is known as lorry receipt. Okay. അപ്പൊ കൺസൈനർ കോപ്പി ഉണ്ട്, കൺസൈനി കോപ്പി ഉണ്ട്. അപ്പൊ നമ്മൾ അയക്കാൻ പോകുമ്പോൾ നമുക്ക് 2 റെസിപ്റ്റ് കോപ്പി തരും. ഒരു കോപ്പി കൺസൈനർ കോപ്പി, അയക്കുന്ന ആളുടെ കോപ്പി, മറ്റത് കൺസൈനി കോപ്പി, അതായത് റിസീവറിന്റെ കോപ്പി. അപ്പൊ ഈ കൺസൈനി കോപ്പി will be sent to the consignee by post by the consigner. അപ്പൊ നമുക്ക് ഈ കൺസൈനി കോപ്പി എങ്ങനെയാണ് റിസീവർക്ക് കിട്ടുക എന്ന് വെച്ചാൽ കൺസൈനർ പോസ്റ്റ് വഴി അയക്കും. എന്നിട്ട് ഈ കൺസൈനി എന്ത് ചെയ്യും, ആ സ്ഥലത്ത് പോയിട്ട് എന്ന് വെച്ചാൽ റെയിൽവേ ആണെങ്കിൽ ആ ഒരു സ്റ്റേഷനിൽ പോയിട്ട് അവരുടെ ഗുഡ്സ് എടുക്കും. ഈ ഒരു കോപ്പി കാണിച്ചാൽ അവർക്ക് അവരുടെ പാർസൽ എടുക്കാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അവരുടെ ഒരു പ്രൂഫ്. ആ ഒരു റെസിപ്റ്റ് കൺസൈനി കോപ്പി ആണ് അവരുടെ പ്രൂഫ്, ഇയാളുടെ സാധനമാണ് എന്നുള്ളതിന്റെ പ്രൂഫ്. ഓക്കെ. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ഈ ഒരു റെയിൽവേ റെസിപ്റ്റ് അല്ലെങ്കിൽ ലോറി റെസിപ്റ്റ് is being lost, നഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ the consignee can claim the consignment by executing a bond with the parcel office authority. അതായത് പാർസൽ ഓഫീസിലെ ആളായിട്ട് ഒരു കൺസൈൻമെന്റ് ബോണ്ട് പറയാം. ആ ബോണ്ടിനെയാണ് നമ്മൾ ഇൻഡെംനിറ്റി ബോണ്ട് എന്ന് പറയുന്നത്. ആ ബോണ്ടിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ അയാളുടെ സാധനമാണ് എന്നുള്ളത് ക്ലെയിം ചെയ്തുകൊണ്ടുള്ള ഒരു ബോണ്ടാണത്. ഇനി ആ സാധനത്തിന് വേറെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അത് ഇയാളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അതായത് ഈ ആദ്യം വാങ്ങിയ ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഒരു ബോണ്ടിനെയാണ് ഇൻഡെംനിറ്റി ബോണ്ട് എന്ന് പറയുക. ഇൻഡെംനിറ്റി ബോണ്ട് അതിപ്പോ പാർസൽ സർവീസിൽ മാത്രമല്ല, ഏതൊരു ഇതില് ഡിപ്പാർട്ട്മെന്റിലായാലും ഇങ്ങനെ ഇങ്ങനെ അവനവൻ എന്താണ് റിസ്ക് എടുത്ത് ക്ലെയിം ചെയ്യുന്ന ആ ഒരു ബോണ്ടിനെയാണ് ഇൻഡെംനിറ്റി ബോണ്ട് എന്ന് പറയാം. അതായത് it will state that the items dispatched actually belongs to them. അതായത് no one else has any claim on the material. അതാണ് ഇൻഡെംനിറ്റി ബോണ്ട്. അതുപോലെ ഡീമ്യൂറേജ് ആൻഡ് വാർഫേജ്. ഡീമ്യൂറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് it is the penalty imposed by the parcel service authority for the delay in unloading goods from the wagon beyond the time permissible for unloading and vacating the wagon. അതായത് നമ്മുടെ റെയിൽവേയിൽ നമ്മൾ സാധനം കൊണ്ടുവന്നത് ആ ഒരു വാഗണിൽ നിന്ന് ഇറക്കാൻ ആള് വന്നില്ലെങ്കിൽ അതിനെടുക്കുന്ന ആ ഒരു ടൈം പീരീഡ്, ആ ഒരു എക്സ്ട്രാ ടൈം, പാർസൽ അത്രയും നേരം വാഗണിൽ സൂക്ഷിച്ചു വെച്ചതാണ്, അപ്പൊ അതിന്റെ പെനാൽറ്റി, അതിന്റെ എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അതാണ് ഡീമ്യൂറേജ് എന്ന് പറയുന്നത്. പെനാൽറ്റി ഇമ്പോസ്ഡ് ബൈ ദ പാർസൽ സർവീസ് അതോറിറ്റി, അതായത് ഇവിടെ റെയിൽവേ, ഇപ്പൊ റെയിൽവേയിലാണെങ്കിൽ റെയിൽവേ, ഫോർ ദ ഡിലേ ഇൻ അൺലോഡിങ് ഗുഡ്സ്, ആ ഗുഡ്സ് ഇറക്കി വെക്കാൻ വൈകിപ്പോയതിന് അയാൾ കൊടുക്കേണ്ടി വരുന്ന പെനാൽറ്റി, അതിനെയാണ് ഡീമ്യൂറേജ് എന്ന് പറയാം. വാർഫേജും അതേ മീനിങ് തന്നെയാണ്, പെനാൽറ്റി തന്നെയാണ്. പക്ഷെ ഇത് റെയിൽവേ വാഗണിൽ നിന്ന് ആ
അത് സ്റ്റോറിലേക്ക് മാറ്റി, സ്റ്റേഷനിൽ ഒരു സ്റ്റോറിലേക്ക് മാറ്റി വെച്ചു. അപ്പൊ ആ സ്റ്റോറിൽ നിന്ന് ഇയാള് എന്താണ് നമ്മുടെ കൺസൈനി വന്ന് എടുക്കാൻ വൈകുന്ന ആ ഒരു താമസം കാരണം കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട്, പെനാൽറ്റി, അതാണ് വാർഫേജ്. ഓക്കെ, ഡിമ്യൂറേജ് എന്ന് വെച്ചാൽ പെനാൽറ്റി എവിടുന്ന്? ഡ്യൂ ടു ദ ഡിലേ ഇൻ അൺലോഡിംഗ് ഫ്രം ദ വാഗൺ. വാർഫേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പെനാൽറ്റി ഡ്യൂ ടു ദ ഡിലേ ഇൻ അൺലോഡിംഗ് ഫ്രം റെയിൽവേ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഗുഡ്സ് ഗോഡൌൺ. അവരുടെ ഗോഡൌണിൽ എത്തിയ സാധനം തിരിച്ചെടുക്കാൻ ഉള്ള താമസം കാരണം വരുന്ന എമൗണ്ട്, എക്സ്ട്രാ കോസ്റ്റ്, അതാണ് വാർഫേജ്. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റോർസിനെ കുറിച്ച്. ഇനി നമുക്ക് അടുത്തത് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. അപ്പൊ എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എർത്ത് മൂവിങ് എക്യുപ്മെന്റുകള്, എർത്ത് മൂവിങ് അതായത് മണ്ണ് മാന്തുന്ന, മണ്ണ് മൂവ് ചെയ്യിക്കുന്ന എക്യുപ്മെന്റ്സ്, അതുപോലെ ഹോയിസ്റ്റിംഗ് എക്യുപ്മെന്റ്. ഹോയിസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പൊന്തിക്കുന്ന എക്യുപ്മെന്റ്സ്, എടുത്ത് പൊന്തിക്കുന്ന. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ്, ഓരോ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്. പിന്നെ അതുപോലെ മിസലേനിയസ് എക്യുപ്മെന്റ്സ് നോക്കാം നമുക്ക്. പിന്നെ പറയുന്നത് ക്രൈറ്റീരിയൻ ഫോർ സെലക്ഷൻ ഓഫ് എക്യുപ്മെന്റ്, മെത്തേഡ്സ് ഓഫ് പ്രൊക്യൂറിംഗ് എക്യുപ്മെന്റ്, റെന്റൽ ബേസിസ് ആണോ, ഹയർ ആണോ, ഔട്ട്റൈറ്റ് പർച്ചേസ് ആണോ. പിന്നെ അതുപോലെ അവസാനം ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ എക്യുപ്മെന്റ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ തേർഡ് മോഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻ ആണ്, എക്യുപ്മെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഹോളിംഗ് ഓർ ട്രാൻസ്പോർട്ടേഷൻ എക്യുപ്മെന്റുകൾ ഏതൊക്കെയാ നോക്കാം. ഇപ്പൊ ട്രക്ക് അല്ലെങ്കിൽ ടിപ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അത് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, ഫോർ ട്രാൻസ്പോർട്ടിംഗ് മെറ്റീരിയൽസ്. അത് ഫോർ ലോങ് ഹോളേജ്, അതായത് വളരെ ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ട്രക്ക് അഥവാ ടിപ്പർ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഒന്നാണ് ഡംപേഴ്സ്, ഫോർ ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് സെൽഫ് അൺലോഡിംഗ് ഓഫ് വെഹിക്കിൾസ്. അതും ഡംപറും ടിപ്പർ പോലെ തന്നെയാണ്, ട്രാൻസ്പോർട്ട് ചെയ്യാനും അതുപോലെ ഡംപ് ചെയ്യാനും. പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ട്രാക്ടർ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോട്ടിലൊക്കെ വലിയ വണ്ടികൾ പോകുന്ന അല്ലെ, വളരെ നീളം കൂടിയ വണ്ടികൾ, അതിന്റെ പേരാണ് ട്രാക്ടർ ട്രെയിലർ. ഇതും ഫോർ ട്രാൻസ്പോർട്ടിംഗ് മെറ്റീരിയൽസ് വിത്തിൻ ആൻഡ് അറൌണ്ട് ദ പ്രൊജക്ട് ഏരിയ. ചുറ്റുവട്ടം, പ്രൊജക്ടിന്റെ ചുറ്റുവട്ടത്തിൽ ട്രാൻസ്പോർട്ടിംഗ് നടത്തുന്നതാണ് ട്രാക്ടർ ട്രെയിലർ. വളരെ ദൂരം പോവില്ല, അതിനൊക്കെ നമ്മൾ ട്രക്ക്, ടിപ്പർ അതുപോലെ എന്താ ഡംപേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുക. അത് ട്രാൻസ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സ് ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സ് നോക്കാം. എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സ് ഡോസേഴ്സ്, ഗ്രേഡർ, റിപ്പർ, പവർ ഷവൽ, ബാക്ക് ഹോ, JCB, ഡ്രാഗ് ലൈൻ, ക്ലാം ഷെൽ, ഇതൊക്കെയാണ് കുറച്ച് എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സ്. അപ്പൊ ഇതിനെ നമുക്ക് നോക്കാം. ഡോസേഴ്സ്, ഡോസർ എന്ന് ഉദ്ദേശിക്കുന്നത് for dosing or cutting hard soil or soft rock. It is mainly used for hill highways. അതായത് ഹാർഡ് റോക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് റോക്ക് ഒക്കെ കട്ട് ചെയ്യാനുള്ള സാധനമാണ് ഡോസർ. അത് പൊതുവെ ഉപയോഗിക്കുക ഹില്ലി ഹൈവേസിലാണ്, മലയോര ഹൈവേസിൽ ആണ് ഉപയോഗിക്കുക. അടുത്തത് ഗ്രേഡർ. ഗ്രേഡർ എന്ന് പറയുന്നത് ഫോർ ലെവലിംഗ് സോയിൽ ഫിൽസ്. സോയിൽ കുഴികളൊക്കെ ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേഡർ ഉപയോഗിക്കുന്നത്. റിപ്പർ ഫോർ ബ്രേക്കിംഗ് സോഫ്റ്റ് റോക്ക് ആൻഡ് അതർ ഹാർഡ് സ്ട്രാറ്റ. അപ്പൊ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സൈറ്റില് അല്ലെങ്കിൽ ഫാമിങ്ങിനാവാം, നമുക്ക് അവിടെ ആ ഒരു ഭാഗത്ത് റോക്സ് ഉണ്ട്, പാറ പോലെ ഉണ്ടെങ്കിൽ, അതുപോലെ ഹാർഡ് സ്ട്രാറ്റ വന്ന് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ റിപ്പർ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, അതിന്റെ പല്ല് ശ്രദ്ധിച്ചില്ലേ, അത് റിപ്പർ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. എന്താ റിപ്പർ, ഇതാ ആ പല്ല്, അത് ആ ഹാർഡ് റോക്സിനെ പൊട്ടിക്കും. അടുത്ത് പവർ ഷവൽ. പവർ ഷവൽ ഫോർ ലോഡിംഗ് ലൂസ് മെറ്റീരിയൽ.
ലൂസ് മെറ്റീരിയൽ, അതായത് മണ്ണ് മാന്താൻ വേണ്ടിയിട്ടുള്ളതാണ് പവർ ഷോവൽ. ബാക്ക് ഹോ ഫോർ എക്സ്കവേറ്റിംഗ് സോയിൽ, അതായത് കുഴിക്കാൻ വേണ്ടിയുള്ളതാണ് ബാക്ക് ഹോ. JCB എന്ന് പറയുന്നത് ഈ പവർ ഷോവലിന്റെയും അതുപോലെ ബാക്ക് ഹോന്റെയും ഒരു മിക്സ്ചർ, ഒരു കോമ്പിനേഷൻ ആണ്. കാരണം നോക്കൂ, പവർ ഷോവലിൽ നമ്മൾ പറഞ്ഞു ആ ഒരു പല്ല് അത് ഇതാ ഇവിടെയുണ്ട് JCBയിൽ, കണ്ടോ? അതായത് ആ ഒരു ഹാർഡ് റോക്സിനെ പൊട്ടിക്കാനും പിന്നെ അതുപോലെ ബാക്ക് ഹോനെ പോലെ എക്സ്കവേറ്റ് ചെയ്യാനും ഉള്ളതാണ് JCB. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണ്, നമ്മൾ കാണുന്നതുമാണ് അല്ലെ റോട്ടിലൊക്കെ. So it is named after its designer Joseph Cyril Bamford. അതുകൊണ്ടാണ് JCB എന്നുള്ള പേര് വന്നത്. ജോസഫ് സിറിൽ ബാംഫോർഡ്, JCB. പിന്നെ അതുപോലെ ഡ്രാഗ് ലൈൻ എന്തിനാണ്? ഫോർ ഡിഗിങ് ഇൻ മാർഷി ഏരിയ ആൻഡ് കനാൽ ഡ്രെഡ്ജിങ്. അതായത് ചതുപ്പ് സ്ഥലങ്ങളിൽ, നനവുള്ള സ്ഥലങ്ങളിലൊക്കെ കുഴിക്കാനാണ് ഡ്രാഗ് ലൈൻ. കാരണം അതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടതനുസരിച്ച് നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ കനാൽ ഡ്രെഡ്ജിങ്ങിനും, ഡ്രെഡ്ജിങ് എന്ന് പറയുമ്പോൾ കനാലിന്റെ അടിയിലുള്ള മണ്ണൊക്കെ മാന്തി കളയാൻ, അതാണ് ഡ്രെഡ്ജിങ്. പിന്നെ അടുത്തത് ക്ലാം ഷെൽ ആ ഒരു ഭാഗം ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അതാ ക്ലാം ഷെൽ. ദാ ഇവിടെ നോക്കൂ, ഫോർ വെൽ സിങ്കിങ് ആൻഡ് എക്സ്കവേഷൻ ഇൻ മാർഷി ഏരിയാസ്. അപ്പൊ ആ ഒരു പോർഷൻ കണ്ടില്ലേ, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കിണർ കുഴിക്കാനും അതുപോലെ ഇൻ മാർഷി ഏരിയാസിലൊക്കെ, അതായത് നനവുള്ള സ്ഥലങ്ങളിലൊക്കെ എക്സ്കവേറ്റ് ചെയ്യാനൊക്കെയാണ് എന്തുപയോഗിക്കുന്നത്? ക്ലാം ഷെൽ. പിന്നെ നമുക്ക് കുറച്ച് കോമ്പാക്റ്റിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്. സ്മൂത്ത് വീൽഡ് റോളർ, ഷീപ്പ് ഫുഡ് റോളർ, pneumatic wheel rollers, vibrators. ഇതൊക്കെ നമുക്ക് നോക്കാം. സ്മൂത്ത് വീൽഡ് റോളർ എന്ന് പറയുമ്പോൾ ഫോർ കോമ്പാക്ടിങ് എർത്ത് ഫിൽ ആൻഡ് ബിറ്റുമിനസ് വർക്ക്. അതായത് പൊതുവെ നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റുകൾക്കൊക്കെയാണ് ഈ സ്മൂത്ത് വീൽഡ് റോളർ ഉപയോഗിക്കുക, കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി. എർത്ത് ഫില്ല്, അതായത് എർത്ത് ഫിൽസ് കോമ്പാക്ട് ചെയ്യാൻ. പിന്നെ അതുപോലെ ബിറ്റുമിനസ് വർക്ക് കോമ്പാക്ട് ചെയ്യാൻ, അതായത് നമ്മുടെ റോട്ടിലൊക്കെ നമ്മൾ കാണില്ലേ, നമ്മുടെ റോഡ് പണി നടക്കുമ്പോൾ അത് കോമ്പാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്മൂത്ത് വീൽഡ് റോളേഴ്സ്. പിന്നെ അടുത്ത ഷീപ്പ് ഫുഡ് റോളർ ഫോർ ഹെവി കോമ്പാക്ഷൻ ഓഫ് സോയിൽ ഫോർ എർത്ത് ഏൺ ഡാംസ്, എയർപോർട്ട് റൺവേ, എക്സ്പ്രസ് ഹൈവേസ് എക്സെട്ര. അതായത് ഹെവി കോമ്പാക്ഷന്, വളരെ ഹെവി കോമ്പാക്ഷന് പൊതുവെ ഈ ഷീപ്പ് ഫുഡ് റോളേഴ്സ് ഉപയോഗിക്കുക ക്ലേയി സോയിലുകളിലാണ് കേട്ടോ. ക്ലേയി സോയിലാണ് ഷീപ്പ് ഫുഡ് റോളേഴ്സ് ഉപയോഗിക്കുക. അതിന്റെ കാല് ശ്രദ്ധിച്ചാൽ അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. സ്മൂത്ത് വീൽ റോളേഴ്സ് എങ്ങനെയായിരുന്നു? ഇവിടെ ഈ പല്ലുകളൊന്നും ഇല്ല അല്ലെ, സ്മൂത്ത് ആയിരുന്നു. ഷീപ്പ് ഫുഡ് റോളർ, ഷീപ്പ് ഫുഡ് ഒരു ആടിന്റെ, ചെമ്മരിയാടിന്റെ ഫൂട്ട് പോലെ. പിന്നെ ന്യൂമാറ്റിക് വീൽഡ് റോളേഴ്സ്. ന്യൂമാറ്റിക് വീൽഡ് റോളേഴ്സ് ഫോർ ലൈറ്റ് കോമ്പാക്ടിങ് ഓഫ് സോയിൽ, അത് ബിറ്റുമിനസ് സർഫസ് ആവാം, അതുപോലെ കോഴ്സ് അഗ്രിഗേറ്റിനും ഫൈൻ അഗ്രിഗേറ്റിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ന്യൂമാറ്റിക് വീൽഡ് റോളേഴ്സ് ഫോർ ലൈറ്റ് കോമ്പാക്ഷൻ. ഹെവി കോമ്പാക്ഷന് നമ്മൾ പറഞ്ഞത് ഷീപ്പ് ഫുഡ് റോളർ അല്ലെ, ഇത് ലൈറ്റ് കോമ്പാക്ഷന് വേണ്ടി. പിന്നെ വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കും. വൈബ്രേറ്റേഴ്സ് നമ്മുടെ കോൺക്രീറ്റ് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈബ്രേറ്റേഴ്സ്. ഇപ്പൊ വൈബ്രേറ്റേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ടേബിൾ വൈബ്രേറ്റർ ഉണ്ട്, പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ, നീഡിൽ വൈബ്രേറ്റർ, ഫോം വർക്ക് വൈബ്രേറ്റർ. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈബ്രേറ്റേഴ്സ് ആണ്. അപ്പൊ ഈ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഫോർ കോമ്പാക്ടിങ് ഓഫ് കോൺക്രീറ്റ് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ ടേബിൾ വൈബ്രേറ്റർ എന്ന് പറയുന്നത് ഇൻ ലബോറട്ടറീസ് ആൻഡ് പ്രീകാസ്റ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ്, ലാബിലാണ് എന്ത് ടേബിൾ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത്. പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ ആണെങ്കിലോ ഫോർ കോമ്പാക്ടിംഗ് മാസ് കോൺക്രീറ്റ് ഇൻ ഫ്ലാറ്റ് ഏരിയാസ് സച്ച് ആസ് കോൺക്രീറ്റ് റോഡ്, യാർഡ് പേവിംഗ് എക്സെട്ര. ഇപ്പൊ റോഡിലൊക്കെ, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി
ഉപയോഗിക്കുന്നതാണ് പ്ലാറ്റ്ഫോം വൈബ്രേറ്റേഴ്സ്. പിന്നെ അതുപോലെ നീഡിൽ വൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ for compacting equipment for in situ beams and columns and slab casting. In situ beams അതായത് അവിടെ വെച്ച് ഉണ്ടാക്കുന്ന ബീം, അതുപോലെ സൈറ്റിൽ തന്നെ ഉണ്ടാക്കുന്ന ബീംസ്, അതുപോലെ കോളംസ്, അതുപോലെ സ്ലാബിന്റെ കാസ്റ്റിങ്ങിന്, സ്ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ് നീഡിൽ വൈബ്രേറ്റർ. പിന്നെ ഫോം വൈബ്രേറ്റർ. Vibrating unit is in contact with the steel formwork. സ്റ്റീൽ ഫോം വർക്കിനോട് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്രെയിം വർക്കുകൾ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ ഫോം വർക്ക് എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് പ്രൊട്ടക്ഷന് വേണ്ടി വെക്കുന്നതിനെയാണ് ഫോം വർക്ക് എന്ന് പറയാ. അതായത് നമ്മള് ബീമൊക്കെ ഉണ്ടാക്കുമ്പോ പലക വെച്ചത് കണ്ടിട്ടുണ്ടാവും അല്ലെ, പലക അടിയിൽ വെച്ചിട്ടല്ലേ നമ്മൾ കോൺക്രീറ്റ് ഒഴിക്കുക, അല്ലെങ്കിൽ കോൺക്രീറ്റ് താഴേക്ക് വീഴില്ലേ, ആ ഒഴിക്കുന്നതിന് ആ ഒരു പലകേനെയാണ് ഫോം വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റീൽ ഫോം വർക്ക്. അപ്പൊ വൈബ്രേറ്റിംഗ് യൂണിറ്റ് ഇസ് ഇൻ കോൺടാക്ട് വിത്ത് ദ സ്റ്റീൽ ഫോം വർക്ക്, commonly adopted for long precast members like pole casting of electricity pole. Okay, electricity pole ഒക്കെ പോലത്തെ വളരെ നീളം കൂടിയ പ്രീകാസ്റ്റ്, അതായത് മുന്നേ കാസ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സ്, അങ്ങനത്തെവർക്കാണ് ഫോം വൈബ്രേറ്റർ ഉപയോഗിക്കുക. ഇതാണ് ഒരു പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ, അതുപോലെ ഒരു നീഡിൽ വൈബ്രേറ്റർ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പമ്പ്. പമ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം, പമ്പ് എന്ത് എക്യുപ്മെന്റ് ആണ്? പമ്പ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് കോൺക്രീറ്റ് പമ്പുകളുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ പമ്പ്സ് ഉണ്ട്. ഓക്കെ, വാട്ടർ പമ്പ് നമുക്കറിയാം, സെൻട്രിഫ്യൂഗൽ പമ്പ്, എയർ ലിഫ്റ്റ് പമ്പ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്, ജെറ്റ് പമ്പ്, സബ്മേഴ്സിബിൾ പമ്പ്. ഓക്കെ, അതൊക്കെ അതിന്റെ ഒരു ചെയ്യുന്ന രീതി, എങ്ങനെയാണോ അത് പമ്പ് ചെയ്യുന്നത്, ആ ഒരു പ്രിൻസിപ്പിളിന്റെ വ്യത്യാസത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് താഴെ. പിന്നെ അതുപോലെ എയർ ലിഫ്റ്റ് പമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എയർ ലിഫ്റ്റ് പമ്പിൽ നിന്നൊക്കെ നോക്കൂ, എയർ കംപ്രസർ ഉണ്ട്. അപ്പൊ എയർ കംപ്രസറിലൂടെ എയർ കംപ്രസ് ചെയ്യും. ഇവിടെ ഒരു എയർ കംപ്രസർ ഉണ്ട്. അപ്പൊ അതിലൂടെ എയർ കംപ്രസ് ചെയ്യും, എന്നിട്ട് നേരെ താഴെ വെള്ളത്തിലേക്ക് വരും. അപ്പൊ ആ കംപ്രസ്ഡ് എയർ ആവുമ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്യും, ശക്തിയിൽ ഡെലിവറി പൈപ്പിലൂടെ മുകളിലേക്ക് പൊന്തിക്കും. ഓക്കെ, അപ്പൊ ആ എയർ ആണ് അവിടുത്തെ മെയിൻ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, പൊന്തിക്കാൻ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് ഉണ്ട്. നിങ്ങൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും, അതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. പിന്നെ അതുപോലെ ജെറ്റ് പമ്പ്, സബ്മേഴ്സിബിൾ പമ്പ്, അതായത് വെള്ളത്തിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന പമ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാട്ടർ പമ്പ്സ് ഉണ്ട്. പിന്നെ അതുപോലെ കോൺക്രീറ്റ് പമ്പ് ഇപ്പൊ കണ്ടിട്ടുണ്ടാവും, ഈ സൈറ്റില് പണിയൊക്കെ ശ്രദ്ധിച്ചവര് കണ്ടിട്ടുണ്ടാവും. കോൺക്രീറ്റ് പമ്പ് ഒരു ഹോസ് പോലെ, അപ്പൊ ആ ഹോസിൽ നിന്ന് കോൺക്രീറ്റ് ആണ് വീഴുന്നത്. ഓക്കെ, ഹൈ പ്രഷറിൽ കോൺക്രീറ്റ് വീഴും. മെറ്റീരിയൽ പമ്പ് സിമെന്റ് പമ്പ്, ഓയിൽ പമ്പ്, അതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് മെറ്റീരിയൽ പമ്പ്സ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ ഒരു വർക്കിംഗ് മെക്കാനിസം ആണ്. ഇവിടെ എന്താ നടക്കുന്നത്, ഒരു പിസ്റ്റൺ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഒരു പിസ്റ്റൺ ഉണ്ടാവും. ഇതാണ് പിസ്റ്റൺ, നമ്മുടെ പിസ്റ്റൺ ആണിത്, ഇത് പിസ്റ്റൺ. അപ്പൊ ഈ ഒരു പിസ്റ്റൺ എന്ത് ചെയ്യും, ഇങ്ങോട്ട് തള്ളും, ഈ ഡയറക്ഷനിൽ തള്ളും. അപ്പൊ ഇവിടെയുള്ള അത് ഫ്ലൂയിഡ് കംപ്രസ്ഡ് ആവുമ്പോൾ ഇവിടെ പ്രഷർ കൂടും. അപ്പൊ അതാണ് അവിടെ ഉള്ള പ്രഷർ. ആ പ്രഷറിലാണ് വെള്ളം ആണെങ്കിലും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആ പ്രഷറാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് increases the pressure of the fluid by trapping a fixed amount of it into a cavity, then reducing the volume of cavity by mechanical means.
As the volume of fluid inside the cavity is reduced, its pressure is increased, allowing it to be forced against the higher pressure in the pipe. Okay. വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു വോളിയം കുറയും, വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും, പ്രഷർ കൂടുമ്പോൾ ആ ഒരു പ്രഷറാണ് എന്ത് പൈപ്പിലുള്ള വെള്ളത്തിനെ ഫോഴ്സ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ സിമെന്റ് പമ്പ്, ഓയിൽ പമ്പ്സ്, അതിന്റെയൊക്കെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റ്സ്. കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റുകളാണ് മിക്സർ മെഷീൻ. നമ്മൾ കണ്ടിട്ടുണ്ട്, ഫീൽഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും മിക്സർ മെഷീൻ. പിന്നെ അതുപോലെ ബാച്ചിങ് പ്ലാന്റ്, ട്രാൻസിറ്റ് മിക്സേഴ്സ്, കോൺക്രീറ്റ് പമ്പ്, ട്രമ്മി പൈപ്പ്, ബൂം പമ്പ്. ഇതൊക്കെ കുറച്ച് കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റുകളാണ്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. മിക്സർ മെഷീൻ. അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇത് നമ്മൾ എപ്പോഴും എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മെഷീനാണ് ഈ മിക്സർ മെഷീൻ. നമ്മുടെ റോഡ് പണി നടക്കുമ്പോഴാണെങ്കിലും പിന്നെ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുക, അതായത് സിമെന്റും സാൻഡും ഒക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേണ്ട പ്രപ്പോർഷനിൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അടുത്ത ബാച്ചിങ് പ്ലാന്റ്. ബാച്ചിങ് പ്ലാന്റ് ഫോർ ബൾക്ക് പ്രപ്പോർഷനിങ് ഓഫ് കോൺക്രീറ്റ്. അതായത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബാച്ചിങ് പ്ലാന്റ് ആണ് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ ട്രാൻസിറ്റ് മിക്സേഴ്സ് ഫോർ മിക്സിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് കോൺക്രീറ്റ് ഫ്രം ബാച്ചിങ് പ്ലാന്റ് ടു പ്രൊജക്ട് സൈറ്റ്. അതായത് കോൺക്രീറ്റ് മിക്സ് ചെയ്യാനും മിക്സ് ചെയ്ത കോൺക്രീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനും. എവിടുന്ന്? നമ്മുടെ ബാച്ചിങ് പ്ലാന്റിൽ നിന്ന് പ്രൊജക്ട് സൈറ്റിലേക്ക്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന മെഷീന്റെ പേരാണ് ട്രാൻസിറ്റ് മിക്സേഴ്സ്. പിന്നെ അടുത്തത് ട്രമ്മി പൈപ്പ്. ട്രമ്മി പൈപ്പ് ഫോർ കോൺക്രീറ്റിംഗ് അണ്ടർ വാട്ടർ. വെള്ളത്തിന്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പൈപ്പിന്റെ പേരാണ് ട്രമ്മി പൈപ്പ്. അതിലൂടെയാണ് നമ്മൾ കോൺക്രീറ്റ് കൊടുക്കുന്നത്. ബൂം പമ്പ് ഫോർ കോൺക്രീറ്റിംഗ് അണ്ടർ വാട്ടർ ആൻഡ് ഓവർഹെഡ്. അതിന് വലിയ കൈയുണ്ട്, കണ്ടില്ലേ? അത് എന്ത് ചെയ്യും? ബൂം. അതാണ് ബൂം. അപ്പൊ അത് എന്ത് ചെയ്യും? വെള്ളത്തിന്റെ അടിയിലുള്ള കോൺക്രീറ്റിങ്ങിനും സഹായിക്കാം, അതുപോലെ വെള്ളത്തിന് പുറമേ ഉള്ള കോൺക്രീറ്റിങ്ങിനും സഹായിക്കുന്ന ഒരു മെഷീനാണ്. പിന്നെ അടുത്തത് ഹോയിസ്റ്റിംഗ് ഓർ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ്. അതായത് പൊന്തിക്കാൻ സഹായിക്കുന്ന എക്യുപ്മെന്റുകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫോർക്ക് ലിഫ്റ്റ്, കൺസ്ട്രക്ഷൻ ലിഫ്റ്റ്, ഗാൻട്രി ഗിർഡേഴ്സ്, പിന്നെ ടവർ ക്രെയിന്, ചെയിൻ ബ്ലോക്ക് ആൻഡ് പുള്ളി, ഹൈഡ്രോളിക് ലിഫ്റ്റ് ആൻഡ് ജാക്സ്, സ്ക്രൂ ജാക്സ്. അത് ഫോർക്ക് ലിഫ്റ്റ് ആണ്. ഫോർക്ക് ലിഫ്റ്റ് എന്താണ്? ഫോർ ലോക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് ബാഗ്സ്, ബോക്സസ്, സ്മോൾ ഐറ്റംസ്. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആ സൈറ്റിൽ തന്നെ ചെറുതായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ വേണ്ടതാണ് ഫോർക്ക് ലിഫ്റ്റ്. പിന്നെ അതുപോലെ കൺസ്ട്രക്ഷൻ ലിഫ്റ്റ്. കൺസ്ട്രക്ഷൻ ലിഫ്റ്റ് ഫോർ ലിഫ്റ്റിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഇൻ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ്. ഇപ്പൊ മെറ്റീരിയൽസ് കൺസ്ട്രക്ട് ചെയ്യാനും പിന്നെ അതുപോലെ ഈ ഫോട്ടോയിൽ കാണിച്ചതുപോലെ ആൾക്കാരെ ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് കൺസ്ട്രക്ഷൻ ലിഫ്റ്റ്. അടുത്തത് ഗാൻട്രി ക്രെയിൻ. ഗാൻട്രി ക്രെയിൻ ഫോർ ലിഫ്റ്റിംഗ്, ഷിഫ്റ്റിംഗ് ആൻഡ് പ്ലേസിംഗ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഗോഡൌൺസ്, യാർഡ്സ് ആൻഡ് ഫാബ്രിക്കേഷൻ ഷോപ്സ്. അതായത് പൊന്തിക്കാനും മാറ്റി വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഗാൻട്രി ക്രെയിൻ. എന്താണ്? നമ്മുടെ സ്റ്റോറിലേക്ക് എടുത്തു വെക്കാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ് ഗാൻട്രി ക്രെയിൻ. പിന്നെ ടവർ ക്രെയിൻ ഫോർ ലിഫ്റ്റിംഗ് ആൻഡ് പ്ലേസിംഗ് ഓഫ് മെറ്റീരിയൽസ് വിത്തിൻ ഇറ്റ്സ് റേഡിയസ്, യൂഷ്വലി യൂസ്ഡ് ഇൻ ടോൾ ബിൽഡിംഗ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഇപ്പൊ നമ്മൾ ഈ വലിയ ഹൈവേയിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റിന്റെ ഒക്കെ പണിയൊക്കെ കാണാൻ സാധിക്കും. ഫ്ലാറ്റ്, അതുപോലെ പുതിയ മോള്, അല്ലെങ്കിൽ അങ്ങനത്തെ ഹൈ റൈസ് ബിൽഡിങ്സ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഹൈ റൈസ് ബിൽഡിങ്സിനൊക്കെ നമുക്ക് ഈ ഒരു എക്യുപ്മെന്റ് കാണാം. അതിന്റെ പേരാണ് ടവർ ക്രെയിൻ. അത് ലിഫ്റ്റ് ചെയ്യും, അതുപോലെ
it places the material within its radius. അതിനൊരു റേഡിയസ് ഉണ്ട്, അതിന് ഒരു സർക്കിളിലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സർക്കിൾ റേഡിയസിൽ മാത്രമേ സാധനങ്ങൾ പൊന്തിച്ച് വേറൊരു ഭാഗത്തേക്ക് എടുത്തു കൊണ്ടുപോകാൻ സാധിക്കൂ. ഓക്കെ, ടോൾ ബിൽഡിങ്സിലാണ്, അതായത് ഹൈ റൈസ് ബിൽഡിങ്സിലാണ് ഇത് പൊതുവെ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് ചെയിൻ ബ്ലോക്ക് ആൻഡ് പുള്ളി. അത് ഒരു സിമ്പിൾ മെക്കാനിസം ആണ് ഫോർ ഈസിങ് ലിഫ്റ്റിംഗ് ഓപ്പറേഷൻ. ലിഫ്റ്റിംഗ് ഓപ്പറേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു പുള്ളി സിസ്റ്റം ഉപയോഗിക്കുകയാണ്. പിന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആൻഡ് ജാക്സ് ഫോർ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ്, വെഹിക്കിൾസ് എക്സെട്ര ആൻഡ് ഫോർ ജനറൽ പർപ്പസ് ലിഫ്റ്റിംഗ് ഓപ്പറേഷൻസ്. നമുക്ക് ഏതൊരു എക്യുപ്മെന്റും വെഹിക്കിൾസും ഒക്കെ പൊന്തിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ ഏതൊരു സാധനവും പൊന്തിക്കാൻ സഹായിക്കുന്നതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അത് ഹൈഡ്രോളിക് എന്ന് പേര് വരാൻ കാരണം അതിന്റെ മെക്കാനിസം കാരണമാണ്. അത് വാട്ടറിന്റെ പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലിഫ്റ്റിനെ പൊന്തിക്കുന്നത്. പിന്നെ അടുത്തത് സ്ക്രൂ ജാക്ക് for lifting equipment, vehicle, etc. and for general purpose lifting such as underpinning. Underpinning എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ കണ്ടു, എന്താണ് നമ്മുടെ BMS-ൽ കണ്ടു അല്ലേ, ബണ്ടർ പിന്നിങ്. നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അണ്ടർപിന്നിങ് എന്തായിരുന്നു? നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ ബിൽഡിങ്ങിന്റെ അടിയിൽ നമുക്കൊരു ഫൗണ്ടേഷൻ അത് എന്തെങ്കിലും സ്ട്രോങ് ആക്കണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഈ ജാക്സ് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഫൗണ്ടേഷൻ പുതിയത് ഉണ്ടാക്കാൻ വേണമെങ്കിൽ അങ്ങനെ പൊന്തിച്ച് നിർത്തുക അല്ലെ, ബിൽഡിങ്ങിനെ പൊന്തിച്ച് നിർത്തുക. നമ്മൾ അവിടെ ബേസ് ഐസൊലേഷനും ഒക്കെ നമ്മൾ കണ്ടു. അതിനൊക്കെ നമ്മൾ അണ്ടർപിന്നിങ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതാണ് സ്ക്രൂ ജാക്ക് ഫോർ ലിഫ്റ്റിംഗ് ദ എക്യുപ്മെന്റ്സ്, വെഹിക്കിൾസ് ഒക്കെ. ഇപ്പൊ നമുക്ക് ഇവിടെ പോയാലും വർക്ക്ഷോപ്പിലൊക്കെ പോയാലും കാണാം കാറൊക്കെ ഉയർത്തി നിർത്തിയത്. അപ്പൊ അതൊക്കെ സ്ക്രൂ ജാക്ക് വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ കുറെ ജനറൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. ട്രാക്ടർ, എയർ കംപ്രസർ, ജനറേറ്റർ, ജാക്ക് ഹാമർ, കട്ടിംഗ് മെഷീൻ, ഗ്രൈൻഡിംഗ് മെഷീൻ, പോളിഷിംഗ് മെഷീൻ, വെൽഡിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, ക്വാറിയിങ് എക്യുപ്മെന്റ്സ്, പ്ലാനർ മെഷീൻ, ത്രെഡ് മേക്കിംഗ് എക്യുപ്മെന്റ്സ്, റോഡ് പേവർ, ഹോട്ട് മിക്സ് പ്ലാന്റ്. ഇതെല്ലാം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സമയത്ത് ആവശ്യമായി വരുന്ന എക്യുപ്മെന്റ്സ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളാണ് ഇതെല്ലാം. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം. ട്രാക്ടർ. Tractor is a general purpose prime mover. അതായത് ഒരു ട്രാക്ടർ ഉപയോഗിച്ച് നമുക്ക് ഒരു എന്താണ് ലോഡ് മൂവ് ചെയ്യാൻ സാധിക്കും. അത് പുള്ള് ചെയ്യാനാവാം, പുഷ് ചെയ്യാനാവാം. എന്താണെങ്കിലും ലോഡ് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൈം മൂവർ ആണ് ട്രാക്ടർ. എയർ കംപ്രസർ ഫോർ സപ്പോർട്ടിംഗ് ന്യൂമാറ്റിക് എക്യുപ്മെന്റ്സ്, filling vehicle tires, dust removal, etc. ന്യൂമാറ്റിക് എക്യുപ്മെന്റുകൾ, നേരത്തെ നമ്മളൊരു ന്യൂമാറ്റിക് റോളറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ എയർ റിലേറ്റഡ് എക്യുപ്മെന്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എയർ കംപ്രസർ. പിന്നെ അതുപോലെ വെഹിക്കിളിൽ കാറ്റടിക്കാനും ഡസ്റ്റ് റിമൂവലിനും ഒക്കെ സഹായിക്കുന്നതാണ് എയർ കംപ്രസേഴ്സ്. പിന്നെ ഇലക്ട്രിക് ജനറേറ്റർ, അത് നമുക്കറിയാം, for generation of electricity in the project area. Electricity generate ചെയ്യാൻ. Jackhammer for boring holes and breaking during demolition operation. അതായത് for boring the hole, നമ്മൾ ഹോള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ജാക്ക് ഹാമർ. Cutting machines for cutting steel, marble, granite, etc. എല്ലാത്തിനെയും മുറിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റീലും ഗ്രാനൈറ്റും ഒക്കെ മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കട്ടിംഗ് മെഷീൻസ്. പോളിഷിംഗ് മെഷീൻ ഫോർ പോളിഷിംഗ് സർഫസസ് ഓഫ് മാർബിൾ, ഗ്രാനൈറ്റ്, വുഡ് എക്സെട്ര. ഇപ്പൊ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വെൽഡിംഗ് മെഷീൻ ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് സ്റ്റീൽ വർക്ക്. സ്റ്റീൽ വർക്ക് നമ്മൾ പൊതുവെ സ്റ്റീൽ കൊണ്ടുള്ള ബിൽഡിങ്സ് ഉണ്ടല്ലോ, സ്റ്റീൽ ഫ്രെയിം വർക്ക് വെച്ചിട്ടുള്ള ബിൽഡിങ്സ്. അപ്പൊ അതിലൊക്കെ വെൽഡിംഗ് ഒരുപാട് ആവശ്യമാണ്. രണ്ട്
രണ്ട് സ്റ്റീൽ സെക്ഷൻസ് നമ്മൾക്ക് കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ട് വരും. നമുക്ക് വേണ്ട ലെങ്ത് കിട്ടിയില്ലെങ്കിൽ ഒരു ലോങ് സ്പാനിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, 2 or 3 ചെറിയ ചെറിയ പീസസ് എടുത്ത് ജോയിൻ ചെയ്യും, വെൽഡ് ചെയ്യും. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് വെൽഡിംഗ് മെഷീൻ. പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ ഫോർ മേക്കിംഗ് ഹോൾസ് ഇൻ സ്റ്റീൽ ആൻഡ് വുഡൻ മെമ്പേഴ്സ്. സ്റ്റീല് അതുപോലെ മരത്തിന്റെ മെമ്പേഴ്സിനൊക്കെ ഓട്ട ഉണ്ടാക്കാൻ, എന്തെങ്കിലും ഒരു ഓട്ട ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ ഡ്രില്ലിംഗ് മെഷീനാണ് ഉപയോഗിക്കുക. ഇത് പലരും കണ്ടിട്ടുണ്ടാവും അല്ലെ, ഡ്രില്ലിംഗ് മെഷീൻ. പിന്നെ ക്വാറിയിങ് എക്യുപ്മെന്റ്സ്, ബ്ലാസ്റ്റിംഗ് എക്യുപ്മെന്റ് ആൻഡ് ചാനലൈസിംഗ് മെഷീൻ. അതായത് പൊട്ടിത്തെറിക്കാൻ ബ്ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, പൊട്ടിത്തെറിക്കുക. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്നതും പിന്നെ അതുപോലെ അവിടെ ആ വഴി കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, ചാനലൈസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന മെഷീനാണ്. പിന്നെ പ്ലാനർ മെഷീൻ ഫോർ വുഡ് ഫിനിഷിംഗ്. വുഡ് ഫിനിഷിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാനർ മെഷീനാണ് ഉപയോഗിക്കുക. പിന്നെ ത്രെഡ് മേക്കിംഗ് എക്യുപ്മെന്റ്, അതായത് നമ്മുടെ സ്റ്റീൽ റോഡോ അല്ലെങ്കിൽ GI പൈപ്പ്സ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകളിലൊക്കെ എന്താണ് നമ്മൾ ത്രെഡിങ് കൊടുക്കും അല്ലെ. ഇപ്പൊ ടോർ സ്റ്റീൽ, മൈൽഡ് സ്റ്റീലും ടോർ സ്റ്റീലും തമ്മിൽ എന്താ വ്യത്യാസം? ടോർ സ്റ്റീലില് ആ ഒരു കോറിഗേഷൻസ് വരുന്നുണ്ട്, മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ സ്മൂത്ത് ആണ്, നമുക്കറിയാം. അപ്പൊ ആ ഒരു ഇത് ത്രെഡിങ് ആണ്, അതിനെന്താ പറയാ, ത്രെഡിങ് കൊടുക്കുക. അപ്പൊ ത്രെഡിങ് കൊടുക്കുന്നതാണ് ഈ ഒരു എക്യുപ്മെന്റ്, ഈ കാണിച്ച എക്യുപ്മെന്റ്. പിന്നെ റോഡ് പേവേഴ്സ് ഫോർ ലേയിങ് ദ ബിറ്റുമിനസ് മെക്കാഡം ഇവൻലി. നമ്മുടെ ആ ഒരു ബിറ്റുമിനസ് മെക്കാഡം, ആ മിക്സ്, ബിറ്റുമിനസ് മിക്സ് ഈവൺ ആയിട്ട് റോഡിലൂടെ കൊണ്ടുപോവുക, അതിനെ പറയുന്ന പേരാണ് റോഡ് പേവർ. പിന്നെ ഹോട്ട് മിക്സ് പ്ലാന്റ് ഫോർ പ്രിപ്പയറിംഗ് പ്രീമിക്സ് മെക്കാഡം. മെക്കാഡം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, അതായത് ബിറ്റുമിനസ് മെക്കാഡം ആവാം. അപ്പൊ അത് ഉണ്ടാക്കാനുള്ള പ്ലാന്റ് ആണ് ഹോട്ട് മിക്സ് പ്ലാന്റ്. അപ്പൊ അതൊക്കെയാണ് കുറച്ച് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റുകൾ. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മെക്കനൈസേഷൻ ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് നോക്കാം. അതായത് ഈ മെഷീൻസ് നമ്മൾ ഉപയോഗിച്ചാൽ, അതായത് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് പറയാതെ തന്നെ കുറച്ചൊക്കെ എഴുതാൻ സാധിക്കും, എന്നാലും ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. സ്പീഡ് ഇൻ കൺസ്ട്രക്ഷൻ ഡ്യൂ ടു ഹൈ ഓപ്പറേഷൻ കപ്പാസിറ്റി ഓഫ് എക്യുപ്മെന്റ്, അതായത് കൺസ്ട്രക്ഷൻ സ്പീഡ് കൂടും. അക്യുറസി, പ്രസിഷൻ, ഫിനിഷ് ഹെൽപ്സ് ടു അച്ചീവ് ബെറ്റർ ക്വാളിറ്റി. അപ്പൊ ആ ഒരു മെഷീൻസ് ഉപയോഗിച്ച് നമുക്ക് അക്യുറേറ്റ് ആയിട്ട്, പ്രിസൈസ് ആയിട്ട്, നല്ലൊരു ഫിനിഷിങ്ങോട് കൂടി ഹൈ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യാം. പിന്നെ സേഫ്റ്റി ഇൻ ഹസാർഡസ് സിറ്റുവേഷൻസ്, അതായത് ഡേഞ്ചറസ് അവസരങ്ങളിൽ, വലിയ വലിയ നമുക്ക് ഹസാർഡസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ കൂടുതൽ സേഫ് ആയിരിക്കും. കാരണം എക്യുപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്, മാൻ പവർ അല്ല നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ എക്കോണമി ഡ്യൂ ടു ലോവർ ഓപ്പറേഷൻ കോസ്റ്റ് കമ്പയർഡ് ടു ഹയർ ഔട്ട്പുട്ട്, അതായത് കോസ്റ്റ് കുറവാണ്. Helps to achieve time management in projects due to assured service, tireless and continuous working of machinery compared to manpower. അതായത് നമുക്ക് പ്രൊജക്റ്റിന് ടൈം മാനേജ്മെന്റ് ഉണ്ടാവും. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ഉണ്ടാവുക? ഇപ്പൊ നമ്മളിപ്പോ ആൾക്കാരാണ് പണിയെടുക്കുന്നതെങ്കിൽ അവർക്ക് ക്ഷീണം വരും, അവർക്കൊരു കപ്പാസിറ്റി ഉണ്ട്, ഒരു ദിവസം വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ അവർ കുറെ നേരം റെസ്റ്റ് ചെയ്യാനിരിക്കും അല്ലെ. പക്ഷെ മെഷീൻ ആകുമ്പോൾ അതൊന്നും ആവശ്യമില്ല. അവിടെ ഒരു ടയർലെസ് കണ്ടിന്യൂസ് വർക്കിംഗ് ആണ് അവിടെ വരുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കുറെ സമയം ലാഭിക്കാൻ സാധിക്കും. ഈസസ് ഹ്യൂമൻ എഫേർട്ട്, ആൾക്കാരുടെ പണി കുറയ്ക്കും. മോർ എർഗോണോമിക് ഇൻ ഡിസൈൻ ആൻഡ് ഈസി ടു ക്യാരി ഔട്ട് ഓപ്പറേഷൻസ്. എർഗണോമിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കംഫർട്ട്, നല്ലൊരു കംഫർട്ട് ഉള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റ് ആണ് അവിടെ ഉണ്ടാവുക. യൂസ് ഓഫ് മെഷീനറി ഡിമാൻഡ്സ് ലെസർ മാൻ പവർ കുറയും. സ്റ്റിപ്പുലേറ്റ്സ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻസ്.
അപ്പൊ കൂടുതൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ് കൂട്ടാൻ സാധിക്കും. ഇതുപോലെ avoids hazardous situations and prevents loss of life and property. അതായത് ആൾക്കാർക്ക് ഉള്ള എന്താണ് മരണം വരെ സംഭവിക്കാവുന്ന ചില എന്താണ് സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പൊ അതൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പൊ ഇതിലെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന എക്യുപ്മെന്റ് നമുക്ക് വേണ്ട കപ്പാസിറ്റിയും തരണം, അതുപോലെ ഇറ്റ് ഹാസ് ടു ബി അപ്രോപ്രിയേറ്റ്. ആ ഒരു സാഹചര്യത്തിന് സ്യൂട്ട് ചെയ്യുന്ന എക്യുപ്മെന്റ് വേണം ഉപയോഗിക്കാൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചാൽ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് മുഴുവൻ നമുക്ക് കിട്ടും. പിന്നെ മെത്തേഡ്സ് ഓഫ് പ്രൊക്യൂറിംഗ് എക്യുപ്മെന്റ്. നമുക്ക് എക്യുപ്മെന്റ്സ് പ്രൊക്യൂർ ചെയ്യാൻ, അതായത് നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് ലഭിക്കാൻ നമ്മൾ പൊതുവെ 3 മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ റെന്റൽ ബേസിസ്, അതായത് റെന്റിന് എടുക്കുക, ആ സാധനം താൽക്കാലികമായി റെന്റിന് എടുക്കുക. അല്ലെങ്കിൽ ഹയർ പർച്ചേസ് സ്കീം, അതും ഒരു ടെമ്പററി യൂസിന് വേണ്ടി നമ്മൾ ആദ്യമേ ഒരു പേയ്മെന്റ് കൊടുത്തിട്ട് എടുക്കുന്നതാണ് ഹയർ പർച്ചേസ്. അല്ലെങ്കിൽ ആസ് എൻ ഔട്ട്റൈറ്റ് പർച്ചേസ്, അതായത് നമ്മൾ സ്വന്തമായിട്ട് ആ ഒരു സാധനം വാങ്ങുക, ആ ഒരു എക്യുപ്മെന്റ് വാങ്ങുക. അപ്പൊ എങ്ങനെ നമ്മൾ ഒരു എക്യുപ്മെന്റ് വാങ്ങണം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോസ്റ്റ്, അതിന്റെ വില അത് നോക്കണം. അത് വലിയ വിലയുള്ളതാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ വാങ്ങണമെന്നില്ല, റെന്റിന് എടുക്കുകയാണ് ചെയ്യാം. അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ചെയ്യും. നമുക്ക് നോക്കാം. പിന്നെ ഫ്രീക്വൻസി ഓഫ് യൂട്ടിലിറ്റി, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗം വരുന്നതാണോ. പിന്നെ അതുപോലെ യൂട്ടിലൈസേഷൻ ഓഫ് സ്പെയർ ടൈം ആൻഡ് ദ റിട്ടേൺസ് ഫ്രം ഇറ്റ്, അതായത് ആ ഒരു സ്പെയർ ടൈം നമ്മൾ വെറുതെ നിർത്തുന്ന സമയം, ഇതിനെ കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻകം ലഭിക്കുമോ എന്നുള്ളതൊക്കെ അനുസരിച്ച്, അതായത് നമുക്ക് വേറൊരു ആവശ്യത്തിന് എവിടെയെങ്കിലും കൊടുത്ത് റെന്റ് വാങ്ങാൻ സാധിക്കുന്ന ഒരു സ്കീമിലാണോ എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ ആ ഒരു എക്യുപ്മെന്റിനെ പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പൊ വെരി കോസ്റ്റ്ലി എക്യുപ്മെന്റ് ആണെങ്കിൽ ഫോർ ഹയർ ഓർ റെന്റൽ ബേസിസിലാണ് നമ്മൾ എടുക്കുക, റെന്റിന് എടുക്കുകയാണ് ചെയ്യുക. കോസ്റ്റ് കൂടുതലുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിൽ. പിന്നെ മോഡറേറ്റ് കോസ്റ്റ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആണെങ്കിൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂസേജ് വരുന്നതാണെങ്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റം ബൈ റീപേയിങ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ് ഫ്രം ദ റെവന്യൂ ജനറേറ്റഡ് ത്രൂ ദ യൂസേജ് ഓഫ് ദ എക്യുപ്മെന്റ് ഓർ ഫ്രം ദ ഹയറിംഗ് ദ സ്പെയർ ടൈം ഓഫ് ദ എക്യുപ്മെന്റ്. അതായത് നമുക്ക് ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കേണ്ട ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ, അധികം കോസ്റ്റും ഇല്ലെങ്കിൽ, നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം ആണ് എടുക്കുക. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ എന്താ ചെയ്യുക, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ അതിന്റെ യൂസേജ് അനുസരിച്ച് അതിന്റെ യൂസേജ് അനുസരിച്ച് ഒരു പക്ഷേ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് ഇൻകം കിട്ടും. അപ്പൊ ആ കിട്ടുന്ന ഇൻകം ഇതിന്റെ റീപേയ്മെന്റിന് സഹായിക്കും. പിന്നെ അല്ലെങ്കിൽ ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും ഹയർ ചെയ്തിട്ട് അതിന് കിട്ടുന്ന പേയ്മെന്റ് നമുക്കിതിന് ഹയർ ചെയ്തതിന് ഉള്ളതായിട്ട് റീപേ ചെയ്യാം, എമൗണ്ട് ആയിട്ട് റീപേ ചെയ്യാം. ഓക്കെ. പിന്നെ ലെസ് കോസ്റ്റ്ലി, അധികം കോസ്റ്റ് ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് സ്വന്തമായിട്ട് വാങ്ങും. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓഫ് ദ കോൺട്രാക്ടർ ആൻഡ് ദ പോളിസി അഡോപ്റ്റഡ് ബൈ ദം. ഇത് എന്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും, ആ ഒരു കോൺട്രാക്ടറിന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അതായത് അയാളൊരു പൈസയുള്ള ഒരാളാണെങ്കിൽ അയാൾക്കത് സ്വന്തമായിട്ട് വാങ്ങാം, ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ അത് റെന്റിന് എടുക്കും. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓഫ് ദ കോൺട്രാക്ടർ. അപ്പൊ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ എക്യുപ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ആ ഒരു എക്യുപ്മെന്റിന്റെ ഫീച്ചേഴ്സ്, അതെന്തൊക്കെയാണോ ചെയ്യുക, എന്തൊക്കെയാണോ അതിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നോക്കും. പിന്നെ അതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് എന്താണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, അവൈലബിലിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് സ്പെയർസ്, അതിന്റെ സ്പെയർ പാർട്ടുകൾ, ഒരു പാർട്ട് കേട് വന്നാൽ അത് കിട്ടാവുന്ന സാധ്യതകൾ,
ലൊക്കേഷൻ ഓഫ് സർവീസ് ഫെസിലിറ്റീസ്, അതിനെ എവിടേക്കാണ് സർവീസിന് കൊണ്ടുപോകാൻ പറ്റുമോ. നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി വാങ്ങുകയാണെങ്കിലും ഇപ്പൊ നോക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു എക്യുപ്മെന്റ് വാങ്ങുമ്പോഴും നോക്കും. സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി എത്രയാണ്, റീസെയിൽ വാല്യൂ എന്താണ്, ടെറൈൻ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഏതൊക്കെ തരണം ചെയ്യാൻ പറ്റും, സ്യൂട്ടബിലിറ്റി ഫോർ ദ പർപ്പസ്, നമ്മൾ വാങ്ങുന്നത് എന്ത് പർപ്പസിനാണോ അതിന് ഉപയോഗകരമാണോ നോക്കും. സ്കിൽസ് റിക്വയർഡ് ഫോർ ഓപ്പറേഷൻ, അത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതോ ഒരു കോമൺ മാനിനും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. പിന്നെ അതിന്റെ ഇൻഷുറൻസ്, ടാക്സ്, അതുപോലെ യൂസേജ് ആൻഡ് മൾട്ടി ഫങ്ഷനാലിറ്റീസ്, വേറെ എന്തൊക്കെ യൂസിന് അത് പറ്റും, പിന്നെ അതുപോലെ അതിന്റെ ഫ്യൂൽ യൂസേജ് എത്രയാണ്, അതിന്റെ പവർ എത്ര പവർ തരും, അതുപോലെ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എക്യുപ്മെന്റ്സിനെ കുറിച്ച്. അങ്ങനെ നിങ്ങളുടെ 3rd മോഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ 4th മോഡ്യൂൾ തുടങ്ങാം. താങ്ക് യു.